തമിഴത്തി എൻ്റെ സ്കിറ്റ് പൊളിച്ചു. മധ്യ തിരുവിതാംകൂറിലെ ഒരു തീവട്ടിപ്പാച്ചറെക്കുറിച്ച് ഞങ്ങൾ നിരവധി തവണ വാർത്തകൾ നൽകിയിട്ടുണ്ട്. ഇവൻ വിദേശത്തേക്ക് വിസ കൊടുക്കുക, അത്ഭുത രോഗശാന്തി നടത്തുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ വളരെ സ്പെഷ്യലൈസ് ചെയ്യുന്ന ആളാണ്. ഇയാളുടെ കച്ചവടം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഓൺലൈനിലൂടെ ഇയാളുടെ സിൽബന്ധികളായ കുറേ 5-8 പെണ്ണുങ്ങളെ വട്ടം നിർത്തി ആമേനും സ്വത്രവും ഒക്കെ ഉറക്ക കാറുകൂവി വിളിച്ചു പറയും. എന്നിട്ട് പെയ്ഡ് ആർട്ടിസ്റ്റുകളെ ഇറക്കി ഓരോ കാര്യങ്ങൾ ഇയാൾ പ്രവചിക്കും. ഓരോ പൈശാചികദാസന്മാരുടെയും ഈ ചവിട്ടുനാടകം കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, ഇവന്മാർ പ്രവചിക്കുന്നതല്ല, മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയനുസരിച്ചിട്ടുള്ള സ്കിറ്റാണ് ഇവന്മാർ കളിക്കുന്നത് എന്ന യാഥാർത്ഥ്യം വിശ്വാസികൾ തിരിച്ചറിയണം. ഇതുപോലെ ഓരോ ആവശ്യങ്ങൾക്കും ഇണങ്ങുന്ന തരത്തിലുള്ള ആർട്ടിസ്റ്റുകളുണ്ട്. ഒന്ന്, ഭൂതപ്രേത പിശാചുക്കൾ ഇളകുക എന്നും പറഞ്ഞ് ഉറഞ്ഞു തുള്ളി തലയും കുത്തി മറിഞ്ഞ് വീഴുന്നവരുണ്ട്. അതുപോലെ തന്നെ നല്ല ഭംഗിയായി സാക്ഷ്യം പറയുന്നവരുണ്ട്. അതായത്, ഞാൻ ക്യാൻസർ രോഗിയായിരുന്നു, ഞാൻ ഈ പാസ്റ്ററുടെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു, എനിക്ക് അത്ഭുത രോഗസൗഖ്യം കിട്ടി. അതുപോലെ തന്നെ ജോലി കിട്ടി, മക്കൾക്ക് ജോലി കിട്ടി എന്നും വരുന്ന മാതാപിതാക്കളുടെ റോള് കളിച്ചു വരുന്ന ആളുകളുണ്ട്. അതുപോലെ സ്ഥലക്കച്ചവടം വർഷങ്ങളായിട്ട് നടക്കാതെ കിടക്കുകയായിരുന്നു, പാസ്റ്റർ പ്രാർത്ഥിച്ച് സ്ഥലക്കച്ചവടം നടത്തി എന്ന് പറയുന്ന ഒരവസ്ഥ. അതുപോലെ വീട് വെക്കാനും വിദേശത്ത് പോയതായും വണ്ടി ഇതായും മാനസിക രോഗമുള്ളതായിരുന്നതായും അതുപോലെ മാറാവ്യാധികൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം ഇങ്ങനെ ഓരോരോ കാറ്റഗറിക്കും പറ്റാവുന്ന തരത്തിലുള്ള പെയ്ഡ് ആർട്ടിസ്റ്റുകളുണ്ട്. ഇവർക്ക് 1000 രൂപ മുതൽ 3500 രൂപ വരെ ഡെയിലി ടച്ച് മേടിക്കുന്ന ആളുകളുണ്ട്. കപ്പിളായിട്ട് വന്നാൽ ഇരട്ടിയാണ്. ഇവർക്ക് ഈ പൈസയും ശാപ്പാടുമാണ് ഇവർക്ക് കൊടുക്കേണ്ടത്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും, ഇത്തരം ഈ പ്രവചനം നടത്തുന്ന ഉടായ്പ് വീരന്മാരുടെ ഈ പ്രവചന പരിപാടിയൊക്കെ കഴിഞ്ഞാൽ വിശ്വാസികളെല്ലാം അടുത്തുകൂടി സംസാരിച്ച് അല്ലെങ്കിൽ ശാപ്പാടൊക്കെ അടിച്ച് പിരിയുന്ന സമയത്ത് ഈ അത്ഭുത രോഗ സാക്ഷ്യം അല്ലെങ്കിൽ ഈ സാക്ഷ്യം പറയുവാനെത്തിയ, അതല്ലെങ്കിൽ ഇപ്രകാരം എഴുന്നേറ്റ് നിർത്തി പാസ്റ്റർ പ്രവചനം നടത്തിയ ഇവരുടെ ഒരു പൊടി പോലും നമുക്ക് അവിടെ കാണുവാൻ സാധിക്കത്തില്ല. അന്നേരം തന്നെ ഈ പരിപാടി കഴിയുമ്പോൾ തന്നെ അവർ വാനിഷാകുന്നത് നമുക്ക് കാണാം. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, ഈ പെയ്ഡ് ആർട്ടിസ്റ്റിനെ പഠിപ്പിച്ച് കൃത്യമായ ഇൻഫർമേഷൻ നൽകി നടത്തുന്ന നാടകമാണ് ഇത് എന്ന് മനസ്സിലാക്കുക. ഇപ്രകാരം ഒരു 10-15 പേരെ കൂട്ടം നിർത്തി ഈ പെണ്ണുങ്ങൾ ഇതുപോലെ ഇവരെ നിർത്തി ഒരു നാടകം കളിക്കുകയാണ്. ഇത് ഓൺലൈനിലൂടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആൾക്കാർ ഇരുന്നത് കാണും. അപ്പോൾ ഈ ജനങ്ങൾ ചിന്തിക്കും, ഇയാളൊരു ദൈവപുരുഷനാണ്, ഇയാൾക്ക് പ്രവചന സിദ്ധിയുണ്ട്, പ്രവാചകനാണ്, അപ്പോൾ പല കാര്യങ്ങളും ഇയാളോട് ചോദിക്കാം, പല കാര്യങ്ങൾക്ക് ഇയാളെ സമീപിക്കാം എന്ന് പറഞ്ഞ് ഇവർ ഫോണിലൂടെ ബന്ധപ്പെടും. അപ്പോൾ പണം ആളും തരവും അനുസരിച്ച് ഇവന്മാർ ഡീൽ ചെയ്യും. അങ്ങനെ ആളും തരവും അനുസരിച്ച് ഓരോരുത്തരെയും ഏതൊക്കെ തരത്തിൽ സാമ്പത്തികമായോ ശാരീരികമായോ ഏത് തരത്തിലാണ് ചൂഷണം ചെയ്യാൻ പറ്റുന്നത് അതനുസരിച്ച് ഇവന്മാർ ചെയ്യും. അതുകൊണ്ട് എന്നെ ശ്രമിക്കുന്ന പ്രിയമുള്ളവരെ, ഈ പൈശാചികദാസന്മാരുടെ തട്ടിപ്പിൽ വീഴരുത്. ഈ കാണിക്കുന്ന ഈ ഉടായ്പ് ഗുണ്ടാസ്തോൽ എന്നല്ല, ഇതുപോലെ 100 കണക്കിന് സാധനങ്ങൾ ഈ കേരളത്തിലൂടെ തെക്കും വടക്കും ഇതുപോലെ പരിപാടിയായി നടക്കുന്നുണ്ട്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു തമിഴത്തിയെ ഇറക്കി അവരെ നിർമ്മലാമ എന്നൊക്കെ പറഞ്ഞ് ചിട്ടി പൊട്ടിയവരാണ് എന്നൊക്കെ പറഞ്ഞ് നടത്തുന്ന ആ നാടകമാണ്. ഇത് കൃത്യമായി തിരക്കഥയനുസരിച്ച് തയ്യാറാക്കിയ നാടകമാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഗുണ്ടാസ്തോളിന്റെ ആ സ്കിറ്റിലേക്ക് ദൈവം റീക്രിയേറ്റ് ഇതാരാ വിളിച്ചോണ്ട് വന്ന കൂട്ടുകാരി ആകെ പൊട്ടി തകർന്ന് പീസായി. ഇനി മുന്നോട്ടൊന്നുമില്ല, ആത്മഹത്യയുടെ വക്കിന്റെ അകത്ത് വന്ന് നിൽക്കുക. ഇപ്പൊ ഇങ്ങനെ കൂടെ കുറച്ചുകൂടെ മുന്നോട്ട് പോയ കൂട്ടുകാരിയുടെ പരിപാടി ഇവിടെ വെച്ച് അവസാനിക്കും. കൂട്ടുകാരി ആ രീതിയിലായി. അമ്മച്ചി അവിടെ ഇരുന്നോ, ഞാൻ വരുന്നു. കൂട്ടുകാരിക്കിപ്പോ നിക്കക്കള്ളിയില്ലാത്ത രീതിയിലേക്കാ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലയോ നിർമ്മലയമ്മേ? അതെ. നിർമ്മല, എന്തൊരു പേര്? നിർമ്മല. നമ്മുടെ കേസ് ഒരു വലിയ പിടിച്ചാ കിട്ടാത്തൊരു കേസാണ്. ഉയരത്തിൽ നിന്ന് താഴേക്ക് പതിച്ച ഒരു പട്ടം, പറന്ന് പോയ ഒരു പട്ടം വെട്ടുകിട്ടി താഴെ വീഴുന്നത് പോലെ നിർമ്മലയമ്മ താഴെ പോയി. നിർമ്മലയമ്മയുടെ എസ് ചേർത്തൊരു ഹസ്ബൻഡ്, പേരെന്തുവാ?
സൈലസ് സൈലസ് അല്ലയോ? അതെ. ഹസ്ബൻഡ് രണ്ടുപേരും താഴെ പോയി. പട്ടത്തിന്റെ പേര് ചിട്ടിക്കമ്പനി. ആ അതെ. താഴെ പോയി, നിലം പതിച്ചു, 0 ആയി. കൊള്ളാം. സീറോയിൽ നിന്ന് ദൈവത്തിന് ഹീറോയാക്കാൻ പറ്റും. അങ്ങനെ വീണു, കരയേറാൻ പറ്റാത്ത വണ്ണം കർത്താവ് എന്നെ കാണിക്കുന്ന ഒരു കാഴ്ച. മൊത്തത്തിൽ അഖിലാരാ? മകൻ. മകൻ. കർത്താവ് എന്നെ കാണിക്കുന്ന ഒരു കാഴ്ച, ഈ എസ് എന്നുള്ള അക്ഷരത്തിൽ തന്നെ തുടങ്ങുന്ന ഒരു ചിട്ടി കമ്പനിയാ കാണിച്ചത്. 3 പേര് അതിനെ ചേർന്ന് വരാം. SAN. അപ്പൊ 3 എഴുത്ത്, മുതൽ എഴുത്ത് അങ്ങനെ വരാം. എസ് സൈലസ്, അഖിൽ എ, നിർമ്മല എൻ, അപ്പടെ ഷാൻ അഞ്ചൽ വരാം. അത് എസ് എന്ന് തുടങ്ങുന്ന ഒരു അക്ഷരം സാൻ ഷാൻ. അല്ലയോ? അതെ. പക്ഷെ ഒന്നുമില്ലാതെ പതറിപ്പോയത്. ഒത്തിരി കിട്ടാനുണ്ട്, ഒരുപാട് കിട്ടാനുണ്ട്, കൊടുക്കാനും കൊടുക്കാനും. ഒത്തിരി കിട്ടാനുണ്ട്. എന്നിട്ട് ഈ ഓർണമെന്റ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ചില മേഖലകളുണ്ട്. കർത്താവ് എന്നോട് പറയാൻ പറഞ്ഞത് ഈ മാർച്ച് മാസം അതിനകത്തൊരു ഓപ്പണിങ് നടക്കും കേട്ടോ. ഒരു ഓപ്പണിങ് നടക്കും. നിങ്ങളുടെ ഇത് 2024 ഇത് വീഴുന്നത്? ആരംഭിച്ചത് അതിലുണ്ട്. ആരംഭിച്ചത് വിളാൻ ആരംഭിച്ചത് അത്. ആ പറഞ്ഞതുപോലെ മനസ്സിലാക്കാണെന്ന് വിശ്വസിക്കുന്നു. അത് 25 வந்து பயங்கர அடியா. 24 നമ്മൾ സ്റ്റാർട്ട് പണി, അന്തത് സ്റ്റാർട്ട് പണി 25 വീണാച്ച് തറമട്ടായി താഴെ പോയി. പിടിച്ചു നിൽക്കാൻ പറ്റാതായി. അമ്മ കവലപ്പെടാതെ. തമിഴ്താൻ അഭിഷേകത്തിന് ഇതൊന്നും വേണ്ട. അഭിഷേകത്തിന് ഭാഷയെ കൊണ്ടുവരും. അതാണ് അഭിഷേകം. ഉന്മയെ ഒന്ന് ചൊല്ലട്ടുമാ. അന്ന നീ എത്ര താൻ വീട് നിന്നാലും നീ എഴുന്നേൽക്കും. തുടങ്ങാൻ പാടില്ലാത്തതാണ് നിങ്ങൾ തുടങ്ങിയത്. നിങ്ങളുടെ കയ്യിലെ പണം വെച്ച് നിങ്ങൾ തുടങ്ങിയതാ. പക്ഷെ തുടങ്ങാൻ പാടില്ലായിരുന്നു. തുടങ്ങാൻ പാടില്ലാത്ത നിങ്ങൾ തുടങ്ങി. ഒരിക്കലും പലിശ പരിപാടിയുമായിട്ട് നിൽക്കരുത്. പലിശ പരിപാടി സക്സസ് ആകത്തില്ല. ഇവിടെ ചിട്ടി പരിപാടികൾ കാര്യത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും നിർത്തിക്കോണം കേട്ടോ. മാ എന്തോ ചെയ്യാനോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ നാട്ടിൽ ഒത്തിരി വട്ടിക്കാരുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ കുറഞ്ഞ വട്ടിക്കാ ഇത് ചെയ്തത്. പക്ഷെ ഈ സ്ഥലമൊക്കെ അറ്റാച്ച്മെന്റ് കാണിക്കുന്നു കേട്ടോ. സ്ഥലമൊക്കെ അറ്റാച്ച് ചെയ്യുന്നതായിട്ട് ദൈവാത്മാവിനെ കാണിക്കുന്നു. പക്ഷെ പതറരുത്. ഈ മാർച്ച് മാസം കൊണ്ട് ദൈവം ഒരു അത്ഭുതം ചെയ്യും. ധൈര്യത്തോടെ ഇരുന്നു. കർത്താവ് കൂടെ. ഈ മാർച്ചിൽ ഒരു ഓപ്പണിംഗ് ഉണ്ടാകും. മാർച്ചിൽ ഒരു ഓപ്പണിംഗ് ഉണ്ടാകും. ഡിസംബർ ആകുന്നതിനിപ്പുറം ദൈവം അതിനകത്ത് ഒരു അത്ഭുതം ചെയ്യും കേട്ടോ. ചിലതൊക്കെ കൊടുത്തു തീർക്കും, ചിലതൊക്കെ കൊണ്ടുവരും. ഏകദേശം 2.2 സംതിങ് 2 കോടി രൂപയ്ക്ക് മേളിലുണ്ടോ? 2.25 കാണിക്കുന്നു. കറക്റ്റാ? അത്രയും കർത്താവിനെ കാണിക്കുന്നത്. ഇരുന്നാട്ടെ അവിടെ ഇരുന്നാട്ടെ. ദൈവം ഒരു മിനിറ്റ്. ഞാൻ കണ്ടത് ആത്മഹത്യ ചെയ്യുന്ന കണ്ടതാ. ആത്മഹത്യ ചെയ്യാൻ റെഡിയായിട്ട് നിൽക്കുക. ഇവിടെ വന്നാൽ രക്ഷപ്പെട്ടിരിക്കും. സ്കിറ്റ് കണ്ടല്ലോ. ഇത് കൃത്യമായി ആസൂത്രണം ചെയ്ത, ഇത് ഓൺലൈനിൽ ഒരു തട്ടിപ്പാണ്. ഇത് കാണുന്നവർ ഇയാളെ വിളിക്കണം, ഇയാളുടെ പൈശാചിക കേന്ദ്രത്തിലേക്ക് ചെല്ലണം, ഇയാൾക്ക് പണം കിട്ടണം, പലതരത്തിൽ ചൂഷണം ചെയ്യാൻ സാധിക്കണം, അത് ലക്ഷ്യമാക്കിയുള്ള പരിപാടിയാണ്. യാതൊരു കാരണവശാലും ഈ പൈശാചികദാസന്റെ ഇത്തരം പരിപാടികളിലേക്ക് നിങ്ങൾ പോകരുത്. ഇവന്റെ ഈ ഓൺലൈൻ പരിപാടികൾ കണ്ടാൽ ഈ പാവങ്ങൾ അറിയാതെ ഇത് വിശ്വസിച്ചു പോവും സത്യമാണെന്ന്. അവരെല്ലാം ഇവന്റെ വലയിൽ വീഴും. പരമാവധി ഇത് ആളുകൾക്ക് ബോധം വരുവാൻ അയച്ചു കൊടുക്കുക.